സാഹചര്യം യൂത്ത് കോൺഗ്രസിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതർക്ക് 30 വീടുകൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കേരളത്തിലുടനീളം വ്യാപകമായി ഫണ്ട് പിരിച്ച നേതൃത്വം കൊടുത്ത ആളാണ് യൂത്ത് കോൺഗ്രസ്. പക്ഷേ വ്യാപകമായി ഫണ്ട് പിരിച്ച് അതിന് നേതൃത്വം കൊടുത്ത് ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് യാതൊരു കണക്കുമില്ല എന്നുള്ളൊരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വ്യാപക ഫണ്ട് പിരിച്ചു എന്ന് മാത്രമല്ല, ആകെ 88 ലക്ഷം രൂപയെ അക്കൗണ്ടിലുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ വയനാട് ജില്ലയിലെ മാത്രം അവരുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മീനങ്ങാടി മണ്ഡലം കമ്മിറ്റി മാത്രം 8 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. 26 മണ്ഡലം വയനാട്ടിൽ യൂത്ത് കോൺഗ്രസിനുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മാത്രം ഏകദേശം 20 ലക്ഷം രൂപേൻ്റെ അടുത്ത് പൈസ പിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന കണക്കിന് യാതൊരു വസ്തുതയില്ല. അപ്പം ഈ പൈസ പിരിച്ചത് മുഴുവൻ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പുട്ടടിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പം വീണ്ടും അവർ ഈ വീട് നിർമ്മാണം വാഗ്ദാനം നൽകി, ആ വാഗ്ദാനം പാലിച്ചിട്ടില്ല എന്നുള്ള ചർച്ച വന്നപ്പം പൈസ പിരിക്കാൻ വേണ്ടി വീണ്ടും തയ്യാറായി വരികയാണ്. അപ്പോൾ പിന്നെ ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് ഡിവൈഎഫ്ഐ അവരെ ഞങ്ങളാവുന്ന വിധം സഹായിക്കുകയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ വയനാട് ജില്ലാ കമ്മിറ്റി, അതായത് ദുരന്തമുണ്ടായ വയനാട് ജില്ലാ കമ്മിറ്റി എന്ന നിലയ്ക്ക് വയനാട്ടിൽ നിന്ന് 61,72,158 രൂപ ഈ വയനാട് ജില്ലാ കമ്മിറ്റി എന്ന നിലയ്ക്ക് മാത്രം പിരിച്ച് സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി പിരിച്ച പൈസയാണ്. അപ്പോഴാണ് 88 ലക്ഷം രൂപ ആകെ കേരളത്തിലാകെ യൂത്ത് കോൺഗ്രസ് പിരിച്ചു എന്ന് പറയുന്നത്. ഇത്രമാത്രം ഗതികെട്ട സംഘടനയാണോ യൂത്ത് കോൺഗ്രസ് എന്ന് ആ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ എന്നാൽ പിന്നെ കുറച്ച് പൈസ നാട്ടുകാരിൽ നിന്ന് ഭിക്ഷ തണ്ടി പിരിച്ചു നൽകിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ആണ് പിച്ചച്ചട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആളുകളൊക്കെ നന്നായി സഹകരിക്കുന്നുണ്ട്. പക്ഷേ സഹകരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പിച്ചച്ചട്ടിയിലും യൂത്ത് കോൺഗ്രസ്സുകാരോട് കൈയിട്ട് വാരരുത് എന്ന ഒരു അഭ്യർത്ഥന നിങ്ങൾ പറയണം എന്നുള്ളതാണ് പൊതുജനങ്ങൾ പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്, ഈ പിച്ചച്ചട്ടിയിലെങ്കിലും കൈയിട്ട് വാരാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാകരുത്. ഈ ലഭിക്കുന്ന പൈസ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് മണി ഓർഡറായി ഡിവൈഎഫ്ഐ അയച്ചു നൽകും. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി എന്ന നിലയ്ക്കാണ് കൽപ്പറ്റ സമരം നടക്കുന്നത്. അതിനുശേഷം ഡിവൈഎഫ്ഐയുടെ എല്ലാ മേഖലാ കമ്മിറ്റികളും ഇത്തരത്തിൽ പിച്ചതണ്ടി ലഭിക്കുന്ന പൈസ മണി ഓർഡറായി രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചു നൽകും. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ പിച്ചച്ചട്ടിയിലും കൈയിട്ട് വരാൻ യൂത്ത് കോൺഗ്രസ്സുകാർ തയ്യാറാകരുത് എന്ന അഭ്യർത്ഥന കൂടി ഇതിനോടൊപ്പം വെക്കുകയാണ്.